നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ്. നമുക്കറിയാം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ബിസിനസ് സാമ്രാജ്യമൊക്കെ ഒറ്റയടിക്ക് കെട്ടിപ്പൊക്കാം എന്നുള്ളൊരു സ്വപ്നമൊന്നും കണ്ടിട്ട് കാര്യമില്ല. ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ പടിപടിയായിട്ട് മുന്നേറുകയാണ് എപ്പോഴും അത് വലിയ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നമുക്ക് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എങ്ങനെ ആരംഭിക്കാനായിട്ട് പറ്റും? അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 കോടിയോ അതിൽ താഴെയോ ആയിരിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അളവ്. ഓക്കെ. അപ്പോൾ നമുക്കൊരു മെഷീനറീസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്ലാന്റോ കാര്യങ്ങളോ നമുക്ക് അസറ്റായിട്ട് എടുക്കുമ്പോൾ ഈ സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് 1 കോടിയിലേക്ക് 1 കോടിയുടെ മുകളിലേക്ക് പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ് അതുപോലെ തന്നെ ചില എക്യുപ്മെൻറ്റ്സ് അത് ക്വാളിറ്റി കൺട്രോൾ അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോളിനൊക്കെ ഉപയോഗിക്കുന്ന ചില എക്യുപ്മെൻറ്റ്സ് ഇതൊന്നും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. ഈ 1 കോടി എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങളുടെ വിലയൊന്നും നമ്മൾ അതിനകത്ത് നോക്കേണ്ടതില്ല. പക്ഷെ മറിച്ച് ബാക്കിയുള്ള സാധനങ്ങൾ അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ യൂണിറ്റിൻ്റെ സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അസറ്റുകളായിട്ടുള്ള പ്ലാന്റ്, മെഷീനറീസ് അങ്ങനത്തെ സാധനങ്ങളുടെ വില 1 കോടിയുടെ മുകളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളിവിടെ കാണാനായിട്ട് പോകുന്നത് SSIയുടെ ഒബ്ജക്റ്റീവ്സ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ പണിയെടുക്കേണ്ട ഒത്തിരി ആളുകൾ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് സമൂഹത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ ബെറ്റർ ആയിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അതിനനുസരിച്ച് ബെറ്റർ ആവുകയാണ്. അതായത് നമ്മുടെ ഇൻകം വർദ്ധിക്കുന്നു. നമുക്കറിയാം നമ്മൾ ഇതുവരെയും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റ് ജോബുകളുമായിട്ടാണ് കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒത്തിരി വ്യത്യാസം, വളർച്ച നമുക്ക് ഇതിലൂടെ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നല്ല രീതിയിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അടുത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ ചില റൂറൽ ആയിട്ടുള്ള ഏരിയാസ്, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസ് അവിടെ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇപ്പോൾ നമുക്കറിയാം നമുക്കൊരു ഇൻഡസ്ട്രി ഇന്ന ഏരിയയിൽ പോവുകയാണെങ്കിൽ നമുക്ക് റിസോഴ്സസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അതിന് ചെയ്യാനുള്ള ആളുകളെ നമുക്ക് ചീപ്പായിട്ട് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് നമ്മൾ അവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ടു റെഡ്യൂസ് റീജിയണൽ ഇംബാലൻസസ്. നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ കുറച്ച് ബെറ്ററാണ് ലിവിങ് സ്റ്റൈല്, കാര്യങ്ങൾ, അവിടെയുള്ള റിസോഴ്സസ് എല്ലാം ബെറ്ററാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾ അവിടെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴിയാണ് അവിടെ നമുക്ക് അങ്ങനെ മീൻസ് അവിടെ വളർച്ചയിലോട്ട് എത്തുന്നത്. അപ്പം നമ്മൾ നമ്മുടെ നാടുകളിൽ നമ്മുടെ സ്ഥലങ്ങളിൽ ഒക്കെ നമ്മൾ ഈ ഒരു പരിപാടി നമ്മൾ SSI ആരംഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള കാര്യങ്ങളും കുറച്ചും കൂടി ബെറ്ററായിട്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചും കൂടി ബെറ്ററായിട്ട് വളരാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള റീജിയണൽ ഇംബാലൻസസ് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കിവിടെ ഈ കുടിൽ വ്യവസായങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഇതിനകത്തേക്കൊക്കെ ചേർത്ത് നമ്മുടെ പ്രോഫിറ്റ് വളർത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടിൽ വ്യവസായത്തിനൊക്കെ ഒരു പ്രത്യേകത നമുക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ അവർ ഉണ്ടാക്കുന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ അവർ നമുക്ക് ഉണ്ടാക്കി തരും. പക്ഷേ അതിനെ നമുക്ക് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലോട്ട് വളർത്താനായിട്ടുള്ളൊരു സാഹചര്യം പലപ്പോഴും കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഉൾക്കൊള്ളുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ പല സാധനങ്ങളും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ. എന്ത് സാധനമാണെങ്കിലും നമ്മൾ പല സാധനങ്ങളും നമ്മൾ പുറം രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലൊക്കെ കൊണ്ടുവരുന്ന രീതിയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ അതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ SSIനെ വളർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്കറിയാം ടു എൻകറേജ് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സെൽഫ് റിലയൻസ്. അതായത് നമുക്ക് നമ്മളെ തന്നെ ഒരു വളർച്ചയിലോട്ട് എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ വളർത്താനായിട്ട് നമുക്കിതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് SSI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ കാണുന്നത് ഒരു SSI എങ്ങനെ ആരംഭിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. നമ്മുടെ പ്രൊഡക്റ്റ് ഏത് സാധനമാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതാണ് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത് തീരുമാനിക്കേണ്ട ഒരു പരിപാടി.
ഓക്കെ. അതിലേക്ക് നമുക്കറിയാം പല സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ഞാൻ എന്ത് സാധനമാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അതാണ് അവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് സാധനമാണ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1, 2 കാര്യങ്ങൾ ആവശ്യമാണ്. ഫസ്റ്റ് വൺ മാർക്കറ്റ് സർവേ. അതായത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മളത് നോക്കണം. സോ അതിന് വേണ്ടിയിട്ട് അതിന് എത്ര ഡിമാൻഡ് ഉണ്ട്, അതിൻ്റെ ആവശ്യക്കാർ ഏതൊക്കെ രീതിയിലുള്ള ആവശ്യക്കാരാണ്. നമുക്കറിയാം ചില പ്രൊഡക്റ്റുകൾ അത് ചില ആളുകളെ മാത്രം കണ്ടുകൊണ്ട് ഇറക്കുന്ന പ്രൊഡക്റ്റുകളായിരിക്കും. ഓക്കെ. ഒരു സാധനം നമ്മളൊരു മാർക്കറ്റിൽ ഇറക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വൈഡ് റേഞ്ച് ആയിരിക്കും. ചിലപ്പോൾ കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾ വരെ ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കും. ചില സാധനങ്ങൾ നമുക്ക് ചില റേഞ്ചിലുള്ള ആളുകൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഡിമാൻഡ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റ് സർവേ വഴി പഠിച്ചിട്ടുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ അതിന് എത്ര ഫിനാൻഷ്യൽ ആയിട്ട് നമ്മൾ എത്ര മുടക്കണം, അല്ലെങ്കിൽ എത്ര രൂപയുടെ ചെലവ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് പറയുന്നത് ടെക്നിക്കൽ നോ ഹൗ അവൈലബിൾ. ഓക്കെ. ഇവിടെ പറയുന്നത് നമ്മൾ ഈ സാധനമൊക്കെ കാര്യമായിട്ടൊക്കെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തി ഈ സാധനം പ്രാക്ടിക്കൽ ആണോ എന്നുള്ളത് അറിയണമല്ലോ. അതായത് നമ്മൾ ഇതിൻ്റെ സാങ്കേതിക വശം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചാടി ഇന്ന സാധനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പോയി നോക്കുമ്പോൾ അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ അതിനുള്ള സാധനങ്ങളോ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്നതിനേക്കാളും എത്രയോ മടങ്ങ് നഷ്ടത്തിലേക്ക് പോകുന്ന രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യമൊന്നുമില്ല. സോ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു സംഗതികളെല്ലാം തന്നെ നോക്കിയിട്ട് ശേഷം മാത്രമാണ് നമ്മൾ ഇന്ന പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് തീരുമാനിക്കാവൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് പ്രിലിമിനറി പ്രൊജക്ട് റിപ്പോർട്ട്. അതായത് പ്രിലിമിനറി ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നമുക്കൊരു റഫ് ഐഡിയ കിട്ടണം. ഏതൊക്കെ മെഷീനറി യൂസ് ചെയ്യണം, റോ മെറ്റീരിയൽ എന്തൊക്കെ വേണം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എത്ര രൂപ മുതൽ മുടക്ക് വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടണം. ഓക്കെ. അതായത് പ്രിലിമിനറി പ്രൊജക്ട് റിപ്പോർട്ട്. ഇത് ഒറിജിനൽ പ്രൊജക്ട് റിപ്പോർട്ട് അല്ല, കാരണം നമ്മളത് രണ്ടാമത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇവിടെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മെഷീനറി എന്തൊക്കെ വേണം, റോ മെറ്റീരിയൽ എന്തൊക്കെ വേണം, ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എത്ര രൂപ നമുക്ക് ചിലവ് പ്രതീക്ഷിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് വേണ്ടിയിട്ട് നമ്മളൊരു റഫ് പ്രൊജക്ട് റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കും. അതിനുശേഷം, അതായത് പ്രിലിമിനറി പ്രൊജക്ട് റിപ്പോർട്ട്, അതിനുശേഷം നമ്മൾ തീരുമാനിക്കുന്നത് ഓണർഷിപ്പ് ഏതാണെന്നുള്ളതാണ്. നമ്മൾ ഓണർഷിപ്പുകളെ കുറിച്ച് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഓക്കെ. എന്തുകൊണ്ടാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഓണർഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഓണർഷിപ്പിൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതിൻ്റെ ഫൈനാൻസ് ആണ്. ഓക്കെ. ഇത്ര രൂപ എക്സ്പെൻസ് വരുന്നുണ്ട് എങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാനായിട്ട് പറ്റുമോ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഓക്കെ. അതോ നമ്മൾ വേറൊരാളെയും കൂടെ ചേർക്കണോ, അല്ലെങ്കിൽ 2-3 പേരെ കൂടുതൽ ചേർക്കണോ? പാർട്ണർഷിപ്പ്. അതുപോലെ നമ്മൾ ലിമിറ്റഡ് കമ്പനി ആയിട്ട് മാറ്റണോ, കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മാറ്റണോ? ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് കാണുന്നത്. സ്റ്റെപ്പ് 4, നാലാമത്തെ സ്റ്റെപ്പിൽ എന്താണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി. നമ്മൾ സ്ഥാപിക്കാൻ പോകുന്ന ഇൻഡസ്ട്രി എവിടെയാണ് നമ്മൾ സ്ഥാപിക്കുന്നത്, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അത് ബേസ് ചെയ്യുന്ന 1-2 കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി. നമ്മൾ പണിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റോ മെറ്റീരിയൽ വേണം. റോ മെറ്റീരിയൽ കിട്ടാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രി ആരംഭിക്കുകയാണെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് സാധനം എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് എത്തിക്കണം. ഓക്കെ. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അവിടെ കൂടും. അതുപോലെ തന്നെ റോ മെറ്റീരിയൽ ആകുമ്പോൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് അതിനകത്ത് എപ്പോഴും കിട്ടണമെന്നില്ല. അതായത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ചൊരു സ്ഥലമായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യാനായിട്ട് സാധ്യത. രണ്ടാമത് പറഞ്ഞു വെച്ചിരിക്കുന്നത് കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റീസ് ആൻഡ് റെൻറ്റ്. അതായത് നമ്മൾ ഈ സാധനങ്ങൾ വെറുതെ അങ്ങോട്ട് വാങ്ങിക്കുകയല്ല, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾക്കും അതിൻ്റേതായ ചെലവ് നമുക്ക് കാണേണ്ടതുണ്ട്. ഓക്കെ. ഈവൻ വെള്ളം എന്നുള്ള സാധനം പോലും നമുക്ക് സാധനം കിട്ടണമെങ്കിൽ ചിലപ്പോൾ അതിനുള്ള രീതിയിലുള്ള കാശുകളും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ. ഓക്കെ. പല സ്ഥലങ്ങളിലും പല നാടുകളെയും വിട്ടിട്ട് പലരും വേറെ സ്ഥലങ്ങളിലേക്ക് ഇൻഡസ്ട്രി ആരംഭിക്കാനായിട്ട് പോകുന്നതിൻ്റെ മെയിൻ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ്.
അതായത് യൂട്ടിലിറ്റീസിൻ്റെ ചിലവുകൾ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1-2 കാര്യങ്ങൾ മാത്രമല്ല, ഏത് കാര്യമാണോ നമ്മുടെ ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെടുത്ത് നിൽക്കുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ ചിലവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പണിയെടുത്തിട്ട് നമ്മൾ ഈ സർക്കാരിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ അതോറിറ്റീസിനോ ക്യാഷ് കൊടുക്കാം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കൊരു വളർച്ച ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അടുത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബേഴ്സ്, അതായത് പണിയെടുക്കാൻ അറിയുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ വേണം. ഓക്കെ, പണിയെടുക്കാൻ അറിയുന്ന ആളുകൾ വേണം. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് പുതിയൊരു ഇൻഡസ്ട്രിയൊക്കെ ആരംഭിച്ചു, അവിടെ പണിയെടുക്കാനുള്ള ആളുകൾ മൊത്തം പുറത്തു നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് താമസിക്കാനുള്ള അക്കോമഡേഷനും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം, ഫുഡും കാര്യങ്ങളും കൊടുക്കണം. പക്ഷേ നമുക്കറിയാം നമ്മളൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ് ആരംഭിക്കുന്നത്. ഓക്കെ, വലിയൊരു രീതിയിലൊക്കെ നമ്മൾ ചെയ്യാനുള്ളൊരു ആ രീതി നമുക്കായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരികയാണെങ്കിൽ ഈ അക്കോമഡേഷൻ്റെ കാര്യമാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കേസുകളൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് എത്രത്തോളം അടുത്താണോ എന്നുള്ളത് അതൊരു പോയിൻ്റാണ്. അതായത് നമ്മളൊരു സാധനം പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ പ്രൊഡക്റ്റ് വിൽക്കാൻ 1000 കിലോമീറ്റർ അപ്പുറത്തേക്ക് കൊണ്ടുപോയി വിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് നഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാർക്കറ്റിനോട് ചേർന്ന ഒരു സ്ഥലത്ത് നമ്മുടെ ലൊക്കേഷൻ കാണാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചില സാധനങ്ങളുടെ അവൈലബിലിറ്റീസ്, ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രിസിറ്റി. ഓക്കെ, കറണ്ട് എന്നുള്ള സാധനം ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്ന അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് മിസ്സാവുന്ന രീതിയിലുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ഉള്ളത് എങ്കിൽ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടാണ്. വാട്ടർ അതുപോലെയുള്ള സാധനങ്ങൾ. ഓക്കെ, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ റോഡ്, റെയിൽ ആൻഡ് പോർട്ട് കണക്ടിവിറ്റി, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മൂവ് ചെയ്യാനായിട്ടും, നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമല്ല ഈവൻ റോ മെറ്റീരിയൽ, മെഷീനറീസ് സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ കൊണ്ടുപോകാനായിട്ടുള്ള സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ട്, ഇതിനനുസരിച്ച് നമുക്ക് ലൊക്കേഷൻ തീരുമാനിക്കാനായിട്ട് പറ്റും. 5ാമത്തെ സ്റ്റെപ്പിൽ കാണുന്നത് പ്രിപ്പറേഷൻ ഓഫ് ബിസിനസ് പ്ലാൻ ആണ്. ഓക്കെ, നമുക്കിവിടെ ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ബാങ്കബിൾ റിപ്പോർട്ട് എന്നുള്ള സാധനമാണ്. ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണെന്നുള്ളത്. അതായത് നമുക്കൊരു ഷൂരിറ്റി കൊണ്ടുവരികയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന വർക്ക് അത് നല്ല രീതിയിൽ ചെയ്ത് നമുക്ക് ഇന്ന രീതിയിലുള്ള വളർച്ച കിട്ടും എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ആക്ച്വലി ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ആളുകളെ സമീപിക്കും. അതായത് നമുക്ക് ഫൈനാൻസ് നമ്മൾ മറ്റുള്ളവരുടെ മുൻപിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ക്യാഷ് ഇത്ര ആവശ്യമുണ്ട്, ഈ സാധനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഉറപ്പ് തോന്നണം നമ്മൾ ചെയ്യുന്ന ഈ പ്രൊജക്റ്റ് വഴി നമ്മൾ വളരും. നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മൾ മീൻസ് ബാങ്കാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ അവർ നമുക്ക് തന്ന ക്യാഷ് നമ്മളെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റും. ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി പെർമിഷൻസ് ഉണ്ട്, ഒത്തിരി ചില ലൈസൻസ് നമ്മൾ വാങ്ങിക്കാനായിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈ ഫോർ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. 7ാമത്തേത് പറയുന്നത് നമ്മൾ ഏത് ഫൈനാൻഷ്യൽ ഏജൻസിനെയാണ്, ഫിനാൻഷ്യൽ ആയിട്ട് നമുക്ക് സപ്പോർട്ട് കിട്ടുന്ന ആരെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. അത് ബേസ് ചെയ്യുന്ന 1-2 കാര്യങ്ങളാണ്. ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, നമ്മൾ പലിശയ്ക്കാണ് പണം കടം വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെ നമുക്ക് പലരും പല രീതിയിലുള്ള പലിശകളാണ് നമുക്ക് തരിക. ഓക്കെ, നമുക്കറിയാം വലിയ ഹ്യൂജ് എമൗണ്ട് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് വെറും 2%, 1% ഒക്കെ പലിശയ്ക്ക് വരെ കൊടുക്കുന്നു എന്ന് നമുക്കറിയാം. ഓക്കെ, ഹ്യൂജ് എമൗണ്ട് ഒക്കെ എടുക്കുന്ന ആളുകൾ. അതേസമയം നമ്മളൊരു പേഴ്സണൽ ലോണിന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൽ പോവുകയാണെങ്കിൽ അത് 14%, 15%, 16%, 18% ഒക്കെ ആയിട്ട് മാറ്റും അവർ. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം ഈ ഇൻട്രസ്റ്റ് റേറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഷൂരിറ്റി, നമ്മൾ കളിപ്പിക്കുന്ന ടീമുകളാണോ എന്നുള്ളത്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമുക്ക് ക്യാഷ് തരുമോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് പോലും ഉറപ്പില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ പിന്നെ അവരെ പോയി കണ്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ എത്ര എമൗണ്ട്, എത്രത്തോളം, നമ്മളിപ്പോൾ 1 കോടിയുടെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലർ പറയും ഓക്കെ നിങ്ങൾ 1 കോടിയുടെ പ്രൊജക്റ്റ് അല്ലേ, ഞങ്ങളൊരു 50 ലക്ഷം രൂപ തരാം, അല്ലെങ്കിൽ ഇത്ര ശതമാനം തരാം, ആ രീതിയിലൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നമുക്ക് ആളുകളെ സമീപിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. 8ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാണുന്നത് ഒത്തിരി ക്ലിയറൻസുകൾ അതുപോലെ തന്നെ അപ്രൂവൽസ് നമ്മൾ വാങ്ങിക്കേണ്ടത് ഗവൺമെൻറ് സൈഡുകളിൽ നിന്നായിട്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ അപ്രൂവൽ ഓഫ് ഫാക്ടറി ബിൽഡിംഗ് ആൻഡ് മെഷീനറി ലേഔട്ട് ഫ്രം ഇൻസ്പെക്ടറേറ്റ് ഓഫ് ഫാക്ടറീസ്. അതായത് ബിൽഡിങ് അതുപോലെ തന്നെ മെഷീനറി ഇതിൻ്റെ
അപ്രൂവലാണ് നമുക്ക് ലേഔട്ട് ബേസ് ചെയ്തിട്ട്. ഓക്കെ. എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്, ഏത് ഭാഗത്താണ് സ്ഥാപിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. അടുത്ത പറയുന്നത് സൈറ്റ് ക്ലിയറൻസ് ഫ്രം ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്ലിയറൻസ് ഫ്രം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഫയർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ലൈസൻസ് ഫ്രം ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, NOC ഫ്രം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ അപ്രൂവൽസ് നമ്മൾ വാങ്ങിക്കണമെന്ന് പറയുന്നു. 9ാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്നത് ഫോളോ അപ്പ് സാങ്ഷൻ ഓഫ് ലോൺ. ലോണിൻ്റെ കാര്യം നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളത്. കാരണം നമുക്കറിയാം, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ ക്യാഷ് എടുത്ത് തരുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ കുറച്ച് നേരം നടത്തിച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കി അന്വേഷിച്ച് അവരുടേതായ കുറേ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ലോൺ തരുള്ളൂ. Then apply to get infrastructure facilities, procure the raw material and machinery, also apply for income tax, സെയിൽസ് ടാക്സ് നമ്പേഴ്സ്. അതായത് നമുക്ക് സാധനങ്ങൾ, നമ്മുടെ പരിപാടികൾ നമ്മൾ ആരംഭിക്കണം. റോ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങൾ വാങ്ങിക്കുന്നതാണെങ്കിലും മെഷീനറീസ് വാങ്ങിക്കുന്നതാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമുക്കൊരു സാധനം വാങ്ങി വെച്ചിട്ട് അത് നമുക്ക് എടുത്ത് വെക്കാനുള്ള സൗകര്യം നമുക്കില്ലെങ്കിൽ പിന്നെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ IT-യുടെ ഇൻകം ടാക്സിൻ്റെ അതുപോലെ തന്നെ സെയിൽസ് ടാക്സിൻ്റെ ഒക്കെ നമ്പേഴ്സ് നമ്മൾ വാങ്ങിക്കണം. അതിനുവേണ്ടി അപ്ലൈ ചെയ്യണം. 10ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാണുന്നത് നമുക്ക് ആവശ്യമായുള്ള ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് പ്രൊഡക്ഷൻ്റെ കേസിൽ പണിയെടുക്കുന്ന ആളുകൾ, അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ പണിയെടുക്കുന്ന ആളുകൾ, മാർക്കറ്റിങ്ങിൻ്റെ രീതിയിൽ പണിയെടുക്കുന്ന ആളുകൾ, ഇവരൊക്കെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം അപ്ലൈ ഫോർ പെർമനൻറ്റ് രജിസ്ട്രേഷൻ. ഓക്കെ, നമ്മൾ പെർമനൻറ്റ് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് വെൻ എ പ്രൊവിഷണലി രജിസ്റ്റേർഡ് യൂണിറ്റ് ഈസ് അബൌട്ട് ടു ഗോ ഇൻ ടു പ്രൊഡക്ഷൻ ഈസ് ടു അപ്ലൈ ഫോർ ഗ്രാൻഡ് ഓഫ് പെർമനൻറ്റ് രജിസ്ട്രേഷൻ. അതായത് നമുക്ക് പെർമനൻറ്റ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ നടത്താനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്നത് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിക്കാം. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. അതായത് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പറഞ്ഞായിരുന്നു ISO സർട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ 3rd മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ രജിസ്ട്രേഷനെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. 2 രീതിയിലുള്ള രജിസ്ട്രേഷനാണ് വരുന്നത്. ഒന്ന് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ, രണ്ടാമത്തേത് പെർമനൻറ്റ് രജിസ്ട്രേഷൻ. അപ്പോൾ അതിനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ആണെങ്കിൽ നമുക്ക് ഒരു ഷെഡോ അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ലാൻഡോ നമുക്കൊരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വേണമെന്നുള്ള രീതിയിലാണ് ഫസ്റ്റത്തേത് പറയുന്നത്. കോർപ്പറേഷൻ ഓർ മുനിസിപ്പാലിറ്റീസ് ഫോർ അതർ ലൈസൻസസ്. നമ്മൾ വേറെ കുറേ ലൈസൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം. പവർ കണക്ഷൻസ്, ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ നമുക്ക് നടത്താനായിട്ട് സാധിക്കുക. രണ്ടാമത് പെർമനൻറ്റ് രജിസ്ട്രേഷനിലോട്ട് പോകുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഓണർഷിപ്പിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുക. അതായത് നമ്മുടെ പേരിലാണോ അല്ലെങ്കിൽ നമ്മുടെ ആണോ എന്നുള്ളത് ഉറപ്പിക്കണം ഒന്നാമത്തേത്. രണ്ടാമത്തേത് മുനിസിപ്പൽ കോർപ്പറേഷൻ ക്ലിയറൻസ് വേണം, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ക്ലിയറൻസ് വേണം, ഇലക്ട്രിസിറ്റി ബോർഡ് ക്ലിയറൻസ് വേണം, BIS ഓർ QC സർട്ടിഫിക്കറ്റ് അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന വർക്കിനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ദെൻ അടുത്ത ക്ലിയറൻസ് ഫ്രം ഫാക്ടറീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾ ഇപ്പോൾ അടുത്ത് ഇറങ്ങിയ ഒരു സിനിമ സുരറൈ പോട്ടർ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആ നായകൻ നടന്നു പോകുന്ന വഴികൾ, മീൻസ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. അതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം. സോ അതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളാണ് നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ കിട്ടുന്ന, അസിസ്റ്റൻസ് കിട്ടുന്ന കാര്യങ്ങൾ. ഒന്നാമത് സ്കീമുകളെ കുറിച്ചാണ് പറയുന്നത്. കുറച്ച് സ്കീമുകൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ബിൽ റീഡിസ്കൗണ്ടിങ് സ്കീമുണ്ട്. അതുപോലെ തന്നെ റീഫിനാൻസ് സ്കീം ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് സ്മോൾ എൻ്റർപ്രൈസ്, സീഡ് ക്യാപിറ്റൽ സ്കീം, സോഫ്റ്റ് ലോൺ സ്കീം, വർക്കിംഗ് ക്യാപിറ്റൽ സ്കീം, സ്പെഷ്യൽ ഫിനാൻസ് സ്കീം. അങ്ങനെ പല രീതിയിലാണ് വരുന്നത്. അതായത് നമുക്ക് ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം ലോണിൻ്റെ എമൗണ്ട് നമുക്ക് കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊരു റീവർക്ക് വന്നിട്ട് അങ്ങനെയുള്ള ഏതാണ് നമ്മുടെ ആവശ്യം അതിനനുസരിച്ചുള്ള പല സ്കീമുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. IDBI, അതായത് ബാങ്കുകളാണ് നമ്മൾ പറഞ്ഞ IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SIDBI.
നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ആ പേര് നമുക്ക് വേറെ രീതിയിലാണ് കൂടുതൽ പരിചയം, ICICI. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, LIC, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചെല്ലാനായിട്ട് സാധിക്കും. അതായത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഫിനാൻഷ്യൽ സ്കീമുകളുമായി ബന്ധപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പോകുവാനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചോദിക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യമെന്നുള്ളതാണ് കാണുന്നത്. പ്രൊവിഷണൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നമുക്കറിയാം ഫസ്റ്റത്തെ സർട്ടിഫിക്കേഷൻ. പെർമിഷൻ ഫ്രം ഗവൺമെൻറ് ഏജൻസീസ്. ഓക്കെ, പല ഏജൻസീസിൽ നിന്നും നമുക്ക് വാങ്ങിക്കേണ്ട പെർമിഷനുകളുണ്ട്. അഫിഡവിറ്റ്, പ്രിസ്ക്രൈബ്ഡ് ലോൺ ആപ്ലിക്കേഷൻ ഫോം, പ്രൊജക്ട് റിപ്പോർട്ട് വിച്ച് ഇൻക്ലൂഡ്സ് മാർക്കറ്റ് സർവേ റിപ്പോർട്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ഫിനാൻഷ്യൽ സ്റ്റാൻഡിംഗ്, ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ നിങ്ങൾ ബാങ്കിലോട്ട് പോകുമ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാവും. അപ്പോൾ അതും കൂടെ വാങ്ങിച്ച് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതായത് നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ പറയും, ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞില്ലെങ്കിൽ അവരോട് ചോദിക്കുക, ഓക്കെ, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്ന് ചോദിക്കുക. എന്നിട്ട് അവർ അധികമൊന്നും പറയുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ മതിയോ എന്ന് ചോദിച്ചു നോക്കുക. അതിനുശേഷം മാത്രം നമുക്ക് പരിപാടിയിലോട്ട് പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്കും വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളുമായിട്ട് ചെല്ലുമ്പോഴായിരിക്കും വീണ്ടും കാര്യങ്ങൾ പറഞ്ഞു തരിക. ഇന്ന സാധനങ്ങൾ കൂടി വേണം, അടുത്ത തവണ പോകുമ്പോൾ വേറൊരു സാധനം കൂടിയും വേണം. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ കാര്യങ്ങളുമായിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ നടത്തിയതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് പോവുക. നമുക്ക് ഒരു ആദ്യമായിട്ട് ഒരു SSI ആരംഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആരംഭിച്ചതിന് ശേഷമൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അറിയണമെന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാനായിട്ട് നമുക്ക് പല രീതിയിലുള്ള സപ്പോർട്ടുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ കിട്ടുന്നുണ്ട്. അത് നാഷണൽ ലെവലിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലും ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ സിഡോ, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. സിഡോ എന്ന് പറയുന്നത്, അതായത് ഇവർ ഒത്തിരി ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിംഗ് സപ്പോർട്ടുകളും അതുപോലെ തന്നെ പ്ലാൻ മോഡേണൈസേഷൻ സ്റ്റഡീസും ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ SSIയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് വളർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, NSIC എന്ന് പറയുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇവരും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ് പർച്ചേസ് ആൻഡ് ലീസ്, അതായത് നമുക്ക് പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ ലീസിന് എടുക്കാനുമായിട്ടുള്ള അവസരങ്ങൾ അതല്ലെങ്കിൽ സാധ്യതകൾ അവർ കാണിച്ചു തരുന്നുണ്ട്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയ എമൗണ്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അസിസ്റ്റൻസ് ഫോർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽ, ദെൻ മാർക്കറ്റിംഗ് അസിസ്റ്റൻസ്, ഗവൺമെൻറ് സ്റ്റോർസ് പർച്ചേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് NSIC എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന്, അതായത് നമ്മളുമായി ബന്ധപ്പെടുത്തിയിട്ട് SSIയുമായി ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈവൻ എക്സ്പോർട്ട് പ്രോഗ്രാംസ് വരെ നമുക്ക് ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. അടുത്ത പറഞ്ഞു വെച്ചിരിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്മോൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ആൻഡ് ട്രെയിനിങ്, NISIET എന്ന് പറയുന്നത്. ഇവരും ഇതുപോലെ തന്നെയാണ് റിസർച്ച് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ കൺസൾട്ടൻസി ആക്ടിവിറ്റീസും എല്ലാം നമുക്ക് ഇവർ നടത്തുന്നുണ്ട്, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവരുടെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. നാലാമത്തേത് പറഞ്ഞു വെച്ചിരിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻട്രപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്, NIESDUD എന്ന് പറയുന്ന ഈ ഒരു സ്കീം ഇവിടെ നമുക്കൊരു എക്സ്ട്രാ ഒരു ബോഡി ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് ഇവർ ചെയ്യുന്ന പ്രോഗ്രാമുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ വർക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അടങ്ങിയിട്ടുള്ള ഒരു സിലബസ് ഇവർ ഉണ്ടാക്കി നമുക്ക് അവൈലബിൾ ആക്കി തരുമെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ സെമിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മീൻസ് നമ്മുടെ SSI എങ്ങനെ വളർത്തണം, അതിനാവശ്യമായുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, മാർക്കറ്റ് നമ്മൾ എങ്ങനെ നോക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള സെമിനാറുകളും കാര്യങ്ങളും എല്ലാം ഇവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അടുത്തത് SISI, സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവർ ചെയ്യുന്നതും അതുപോലെയുള്ള കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് ഇൻ്റർഫേസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സ്.
അതായത് നമ്മൾ ഒരു പരിപാടിയിലോട്ട് ഇറങ്ങുമ്പോൾ സ്റ്റേറ്റിൽ കുറേ നിയമങ്ങളുണ്ടാകും, നാഷണൽ ലെവലിലും കുറേ നിയമങ്ങളുണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ദെൻ ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു കൺസൾട്ടൻസി ഏജൻസി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഇവരെ കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒത്തിരി പ്രോഗ്രാംസുകൾ നേരത്തെ കണ്ട പോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാംസുകളും കാര്യങ്ങളെല്ലാം ഇവരും നമുക്ക് വേണ്ടി നടത്തി തരുന്നുണ്ട്. അതായത് EDII എന്ന് പറയുന്ന ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, അഹമ്മദാബാദിൽ സ്ഥിതി ചെയ്യുന്നവരാണ് ഇവരും ഇതുപോലെ തന്നെയാണ് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള നമുക്ക് എഡ്യൂക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ കൊണ്ടുവരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻസിൻ്റെ കാര്യങ്ങളുണ്ട്, മൈക്രോ ഫിനാൻസ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ സപ്പോർട്ടുകൾ എവിടെ നിന്നൊക്കെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്. നമുക്കിത് സിഡോയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്ട്രിക്ട് ലെവലിലെ കാര്യങ്ങൾ, നമുക്ക് പഠനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതുവഴി സാധിക്കും. രണ്ടാമത് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്റർ, അതായത് ഓരോ ജില്ലയിലും നമുക്കൊരു ഇൻഡസ്ട്രീസ് സെൻറ്റർ, അതായത് നമ്മുടെ റൂറൽ ഏരിയാസൊക്കെ കണ്ടുപിടിച്ച് അവരുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് SSIയുടെ കാര്യത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നൊരു രീതിയാണ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഒത്തിരി റിസോഴ്സസിനെ കുറിച്ച് അവർ പഠിച്ച് കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, റോ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളും, അങ്ങനെയുള്ള മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ക്വാളിറ്റി കാര്യങ്ങളും, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് അതിൽ നിന്ന് പഠിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു മേഖല മീൻസ് ടീമാണ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, KSIDC എന്ന് പറയുന്നത്, ഇവരും അതുപോലെ തന്നെയാണ് നമുക്ക് വില്ലേജുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റൂറൽ ഏരിയാസിനെ വികസിപ്പിക്കുക എന്നുള്ള രീതിയിൽ, അതായത് SSI കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവരും നമുക്ക് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. മെഷീനറീസിൻ്റെ സപ്ലൈ വരെ ചെയ്യുന്നുണ്ട്. റോ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. അതായത് ഈ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം കുടിൽ വ്യവസായങ്ങളൊക്കെ ചെയ്യുന്ന പല സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ പല സാധനങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ആ വർക്ക് ചെയ്യിപ്പിച്ച് അത് കളക്ട് ചെയ്ത് നമ്മൾ എത്തിക്കുന്ന പരിപാടികളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ റോ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ് വരുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്, മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് വരുന്നുണ്ട്, പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് അസിസ്റ്റൻസ് വരുന്നുണ്ട്, സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുക. അടുത്ത് പറയുന്നത് കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, KIIDC എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള, ഇപ്പോൾ ഒരു ഉദാഹരണം ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഷെഡാണ്. ഒരു ഷെഡ് നമുക്ക് വേണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, അതുപോലെ തന്നെ ഇൻറ്റേർണൽ റോഡുകൾ, പവർ, വാട്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. SSI ആരംഭിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യമാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഫീസിബിലിറ്റി സ്റ്റഡി എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മളൊരു വർക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ അത് പ്രാക്ടിക്കൽ ആവുമോ ഇല്ലയോ എന്നുള്ളത് ആദ്യമായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫീസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫീസിബിലിറ്റി സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സാധനം ഒരു ഇന്ന സ്ഥലത്ത് അതിൻ്റെ വർക്ക് തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു SSI ആരംഭിക്കുകയാണെങ്കിൽ അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പഠനം, അതാണ് ഫീസിബിലിറ്റി സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് ടൂളായിട്ടാണ്, അതായത് നമുക്ക് ഈ പ്രൊജക്റ്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഫസ്റ്റ് ടൂളായിട്ടാണ് ഫീസിബിലിറ്റി സ്റ്റഡിയെ കാണുന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നതാണ് ഫെയർലി സ്പെസിഫിക് എസ്റ്റിമേറ്റ്സ് ഓഫ് പ്രൊജക്റ്റ് കോസ്റ്റ്, എത്രത്തോളം എക്സ്പെൻസ് വരും എന്നുള്ള കാര്യങ്ങൾ, സെയിൽസ് റവന്യൂസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്, പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രത്തോളം വരും എന്നുള്ളത്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, സ്കിൽസ്, മാർക്കറ്റ് എക്സ്ട്രാ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഫീസിബിലിറ്റി സ്റ്റഡിയിലൂടെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഫീസിബിലിറ്റി സ്റ്റഡി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനമാക്കാനായിട്ട് ഫീസിബിലിറ്റി സ്റ്റഡി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു. രണ്ടാമത്തേത് പറഞ്ഞു വയ്ക്കുന്നത് നമുക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കുള്ള ഉറപ്പാണ് ഈ ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ട്. ദെൻ അടുത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റും.
എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ബ്രേക്ക് ഈവൻ അനാലിസിസ്, അതായത് നമുക്ക് എത്രത്തോളമാണ് നമ്മുടെ പ്രൊഡക്ഷൻ നടത്തേണ്ടത്, അതിൻ്റെ സൈസ് എത്രത്തോളം വേണം, എന്നാലേ നമുക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 10 പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ 10 പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിൻ്റെ മീൻസ് അതിൽ നിന്ന് കിട്ടാവുന്ന വരുമാനം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ നഷ്ടം മാത്രമായിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഈ 10 പ്രൊഡക്റ്റിന് പകരം നമ്മളൊരു 20 മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ എത്രയാണോ അതിൻ്റെ എണ്ണം നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ ഫീസിബിലിറ്റി സ്റ്റഡി ആരൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഓൺട്രപ്രണർ ആരാണോ വർക്ക് ചെയ്യുന്നത് അവർ ഇത് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കൺസൾട്ടൻസ്, അതായത് നമുക്ക് അത്രയും ഒരു ഇത് വരുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒത്തിരി ആളുകളെ നമുക്ക് സഹായം ചോദിക്കണം. ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻസ്, ഇങ്ങനെയുള്ള ആളുകളാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഫീസിബിലിറ്റി റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ഉള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് സർവേ. മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് സർവേ എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിലോട്ട് തിരിയാനായിട്ട് നിൽക്കുമ്പോൾ ആ സാധനം ആളുകൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്, എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാർക്കറ്റിനെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. അവർക്ക് എന്താണ് ആവശ്യം, അവർക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സർവേ ആണ് നമ്മൾ ആദ്യമായിട്ട് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സർവേ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആദ്യം നോക്കാം. രണ്ടാമത്തേത് പറയുന്നത് പ്രൊഡക്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ് ആണ്. ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ നേരത്തെ ഒരു പ്രൊഡക്റ്റ് തീരുമാനിച്ചു, മാർക്കറ്റും അതുപോലെ തന്നെ മാർക്കറ്റ് സർവേയും വെച്ചിട്ട് നമുക്ക് ഇന്ന സാധനം ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് ഡിമാൻഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളത് ഉറപ്പിക്കുകയാണ് നമ്മൾ ഈ രണ്ടാമത്തേതിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഏതാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് എങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് നോക്കുകയാണ്. എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടത്തേണ്ടത്, അതുപോലെ തന്നെ ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. മൂന്നാമത്തത് ഇൻപുട്ട് അനാലിസിസ് ആണ്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ച 5M, അതായത് എന്തൊക്കെയാണ്, ഉണ്ട്, മെഷീനറീസ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, മണി ഉണ്ട്, മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഈ 5Mകൾ എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ടത്, അതായത് എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ നമ്മൾ വളർത്തണം, അല്ലെങ്കിൽ ഈ സാധനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, ഇൻപുട്ടുകളായിട്ട് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് എങ്ങനെ വേണം, എത്രത്തോളം വേണം. അടുത്ത പ്ലാന്റ് ലൊക്കേഷൻ. നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡുകളിൽ നമ്മൾ നോക്കിയതാണ് എവിടെയാണ് നമ്മൾ പ്ലാന്റ് സ്ഥാപിക്കാനായിട്ട് പോകുന്നത്. ചിലപ്പോൾ റോ മെറ്റീരിയലിന് അവൈലബിലിറ്റി നോക്കിയിട്ടായിരിക്കാം, ചിലപ്പോൾ മാർക്കറ്റ് നോക്കിയിട്ടായിരിക്കാം, ചിലപ്പോൾ സ്കിൽഡ് ലേബേഴ്സ് നോക്കിയിട്ടായിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അഞ്ചാമത്തത് പറയുന്നത് ടെക്നിക്കൽ ഇവാലുവേഷൻ. നമുക്ക് ഈ ടെക്നിക്കൽ ഇവാലുവേഷൻ നോക്കിയിട്ടാണ് കൂടുതൽ നമ്മുടെ ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളും, ഫിനാൻഷ്യൽ സപ്പോർട്ടുകളും അതുപോലെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് കൂടുതലായിട്ട് കിട്ടുക. അതായത് ഇവിടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് മാനുഫാക്ചറിങ് പ്രോസസ്സ് നമ്മൾ നടത്തുക, പ്രൊഡക്ഷൻ കപ്പാസിറ്റി, എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യണം, ചിലപ്പോൾ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ എത്ര പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്, ഏതൊക്കെ റോ മെറ്റീരിയലുകൾ കാര്യങ്ങൾ നമ്മൾ നോക്കണം, സൈറ്റ് എങ്ങനെ വേണം, എവിടെ വേണം, അതുപോലെ തന്നെ അതിൻ്റെ ലേഔട്ട് എത്രത്തോളം വേണം, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കിതിനകത്ത് ടെക്നിക്കൽ സൈഡ് നമുക്ക് നോക്കാനായിട്ട് പറ്റും. ആറാമത് പറയുന്നത് എക്കണോമിക് ഇവാലുവേഷൻ. എക്കണോമിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിലോട്ട് നമുക്ക് സമർപ്പിക്കുന്ന സാധനമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് പറ്റും. അതായത് നമ്മുടെ കമ്പനി വളർന്ന് വലുതായി അത്യാവശ്യം നല്ല നിലയിലോട്ട് പോകും, ഈ കാര്യമാണ് അവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ഇത്രത്തോളമാണ്, ഈ പ്രൊഡക്റ്റുകൾ ഇന്ന സ്ഥലങ്ങളിൽ മാർക്കറ്റിൽ പോയി വിൽക്കാനായിട്ട് പറ്റും, ഇന്ന വരുമാനം നമുക്ക് കിട്ടാനായിട്ട് സാധ്യതകളുണ്ട്, ഈ രീതിയിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എത്രത്തോളം എക്സ്പെൻസും കാര്യങ്ങളും വരുമെന്നുള്ളതും, അതുപോലെ തന്നെ അത് വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ ലാഭം കിട്ടുമെന്നുള്ളതും, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു എക്കണോമിക് ഇവാലുവേഷൻ നമ്മൾ നടത്തണം. ഏഴാമത്തത് ഫിനാൻഷ്യൽ വിയബിലിറ്റി. നമുക്കറിയാം ഏതൊരു വ്യക്തിയും ഒരു കമ്പനി തുടങ്ങുന്നത് ആളുകൾക്ക് ഒരു സാധനം എത്തിക്കുക എന്നത് കണ്ട് മാത്രമായിരിക്കില്ല, അതും ഒരു ആവശ്യമാണ് എന്നുള്ളത്. പക്ഷേ അതിനേക്കാൾ ഉപരി അതിൽ നിന്ന് കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റാണ് അതിനകത്ത് വരിക. അപ്പോൾ എത്രത്തോളം രൂപ അതിൽ നിന്ന് ലാഭം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ,
അതാണ് നമ്മൾ അതിനകത്ത് മെയിനായിട്ട് കാണേണ്ടത്. അത് കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എത്രത്തോളം വരുന്നു എന്നുള്ളത് നോക്കണം. പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രത്തോളം വരുന്നുണ്ട്, ക്യാഷ് ഫ്ലോ റേറ്റ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് ഇത് എത്രത്തോളം ലാഭകരമായ പരിപാടിയാണെന്നുള്ളത് തീരുമാനമാക്കാം. ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ട് നമുക്ക് കൂടുതലായിട്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ബന്ധപ്പെടുത്തിയിട്ട് ഗവൺമെൻറ് സെക്ടേഴ്സിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ട് വേണം നമുക്ക് ലോണുകളും കാര്യങ്ങളും സാങ്ഷൻ ആക്കാനായിട്ടും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ മാത്രമല്ല. ഫിനാൻഷ്യൽ സപ്പോർട്ട് മെയിൻ ഫാക്ടർ ആണെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി രേഖകൾ, ഒത്തിരി അപ്രൂവൽസ്, ഒത്തിരി സർട്ടിഫിക്കേഷൻസ് നമുക്ക് കിട്ടാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുക. ഇനി ഈ ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നെയിം ഓഫ് ദ ഇൻഡസ്ട്രി ടു ബി സ്റ്റാർട്ടഡ്, അഡ്രസ് ഓഫ് ദ യൂണിറ്റ്, പ്രൊഡക്റ്റ് ടു ബി മാനുഫാക്ചർഡ്, ഏത് പ്രൊഡക്റ്റ് ആണെന്നുള്ളത്, ടാർഗറ്റ് ഓഫ് പ്രൊഡക്ഷൻ, മന്ത്ലി, ക്വാർട്ടർലി, എക്സെട്ര. അതായത് നമ്മൾ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ എത്ര പ്രൊഡക്ഷനാണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് പറയുന്നത് റോ മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മാൻ പവർ റിക്വയർഡ്, എത്രത്തോളം സാധനങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ. പ്രൊഡക്ഷൻ പ്രോസസ്സ് സെലക്റ്റഡ്, ഏത് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത്. ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് മീൻസ് ഓഫ് ഫിനാൻസ്, എത്രത്തോളം ചിലവുകൾ വരുന്നുണ്ട് എന്നുള്ളത്, ഫൈനാൻസ് എത്രത്തോളം വരണം എന്നുള്ളത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ഹെൽപ്പ് എക്സ്പെക്റ്റഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ടിനകത്ത് കാണാനായിട്ട് സാധിക്കുക. നമ്മൾ ഓർമ്മിക്കുക, ഈ സാധനം എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുൻപാണ് നമ്മൾ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ നടത്തണം. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് കാര്യങ്ങൾ, അതായത് ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉറപ്പാണ്. അതായത് ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലാഭമുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി നമ്മളിവിടെ കാണാനായിട്ട് പോകുന്നത് SSIയുടെ ഒബ്ജക്റ്റീവ്സ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ പണിയെടുക്കേണ്ട ഒത്തിരി ആളുകൾ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് സമൂഹത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ ബെറ്റർ ആയിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അതിനനുസരിച്ച് ബെറ്റർ ആവുകയാണ്. അതായത് നമ്മുടെ ഇൻകം വർദ്ധിക്കുന്നു. നമുക്കറിയാം നമ്മൾ ഇതുവരെയും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റ് ജോബുകളുമായിട്ടാണ് കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒത്തിരി വ്യത്യാസം, വളർച്ച നമുക്ക് ഇതിലൂടെ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നല്ല രീതിയിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അടുത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ ചില റൂറൽ ആയിട്ടുള്ള ഏരിയാസ്, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസ്, അവിടെ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്, ഇപ്പോൾ നമുക്കറിയാം നമുക്കൊരു ഇൻഡസ്ട്രി ഇന്ന ഏരിയയിൽ പോവുകയാണെങ്കിൽ നമുക്ക് റിസോഴ്സസ് നമുക്ക് കിട്ടും. അടുത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെലവുകളാണ് ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് വരുന്നത്, അതാണ് ഇവിടെ കാണിക്കുന്നത്. സാലറീസ് ഓഫ് സ്റ്റാഫ്, റിക്വയർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽ, പവർ, ഇലക്ട്രിസിറ്റി, കൺസ്യൂമബിൾ സ്റ്റോർസ്, ട്രാൻസ്പോർട്ടേഷൻ. കൺസ്യൂമബിൾ സ്റ്റോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സാധനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തീർന്നു പോകുന്ന സാധനങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വരികയാണ്. മറ്റേത് നമ്മൾ മറ്റേതിൽ തന്നെ ഫിക്സഡ് ക്യാപിറ്റലിലോട്ട് തന്നെ കാണിക്കാനായിട്ട് പറ്റും. അടുത്തത് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്, എത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ള, ബ്രേക്ക് ഈവൻ അനാലിസിസ്, പ്രോഫിറ്റബിലിറ്റി റിമാർക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുക, അതായത് DPRനകത്ത് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ കാര്യങ്ങൾ നമുക്കറിയാം SSI എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ എന്താണ് SSI, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. സോ SSIയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫീസിബിലിറ്റി സ്റ്റഡി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഈ 4ാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 4ാമത്തെ മൊഡ്യൂളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 4 മൊഡ്യൂളിലൂടെ നമ്മൾ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ സേഫ്റ്റി എന്നതിനെക്കുറിച്ച് അത്യാവശ്യം നല്ലൊരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ തുടക്കത്തിൽ എങ്ങനെയൊക്കെയാണ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ അവസാനിപ്പിക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു കമ്പനി ആരംഭിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തിരിയാൻ ആഗ്രഹമുള്ളവർ ഒരിക്കലും മടിക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുൻപിലുണ്ട്.
പഠിക്കാനായിട്ട് പറ്റും, നമുക്കത് വളർത്താനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ കോളേജിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലാണെങ്കിലും നാഷണൽ ലെവലാണെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട്. അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. താങ്ക് യു.